ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന ഏരിയയിൽ നിന്ന് മാത്രം PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏരിയ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന ടോപ്പിക്കിൽ നിന്ന് കേരള PSC ചോദിച്ചിരിക്കുന്നതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡ്സ് ഫോർ. വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡ്സ് ഫോർ. ആക്ച്വലി എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നാണ് ഇവിടെ ചോദ്യം. എന്താണ് ആക്ച്വൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന ചോദ്യം. ഇവിടെ ഇത് ചോദിച്ചിരിക്കുന്ന കാറ്റഗറി നമ്പർ 082/2023 ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 82/2023 പേപ്പറിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മാക്സിമൈസിങ് ഏർണിംഗ് പെർ ഷെയർ. ഓപ്ഷൻ ബി, മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ സി, മാക്സിമൈസിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഇവിടെ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റീവ് എന്താണ് മീൻ ചെയ്യുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, മാക്സിമൈസിങ് ദ മാർക്കറ്റ് വാല്യൂ. മാക്സിമൈസിങ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. ഇക്വിറ്റീൻ്റെ മാർക്കറ്റ് വാല്യൂ, ആക്ച്വലി മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽത്ത് മാക്സിമൈസേഷൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ. നിങ്ങൾ നോക്കുക, ഇതെല്ലാം എന്താണ്? വെൽത്ത് മാക്സിമൈസേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്ന കാറ്റഗറി നമ്പർ 44/2024 കാറ്റഗറി നമ്പർ 44/2024 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. വെൽത്ത് മാക്സിമൈസേഷൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ഓപ്ഷൻ എ, amount of return expected. Option B, timing of anticipated return. Option C, risk associated with the uncertainty of returns. Option D, all of the above. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. വെൽത്ത് മാക്സിമൈസേഷൻ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. ഇതെല്ലാം എന്താണ് വെൽത്ത് മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? ദ എമൗണ്ട് ഓഫ് റിട്ടേൺ എക്സ്പെക്ട്. എത്ര റിട്ടേൺ ആണ് എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടായത്? കാരണം എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ റിട്ടേൺ അല്ലെങ്കിൽ അവരുടെ റിട്ടേൺ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി, ടൈമിംഗ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് റിട്ടേൺ. ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, നമ്മൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും, ആ റിട്ടേണിൻ്റെ ടൈമിംഗ് കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ആ വെൽത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലാവും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവാണെന്ത്? വെൽത്ത് മാക്സിമൈസേഷൻ. സോ ടൈമിംഗ് ഓഫ് ആൻറ്റിസിപ്പേറ്റ് റിട്ടേൺ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. റിസ്ക്കും അൺസർട്ടനിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവാണെന്ത്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് all of the above ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the effect of wealth maximization objective of financial management is ultimately reflected. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 239/2015 239/2015 എന്ന കാറ്റഗറി നമ്പർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഓപ്ഷൻ ബി, റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ പ്രോഫിറ്റ്. ഓപ്ഷൻ സി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ ഡി, ഫേംസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഫേംസ് IRR. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ആണ്. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ. ഒരു ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഓർക്കുക ഇക്വിറ്റി ആണെന്ന് ഓർക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ മാർക്കറ്റ് വാല്യൂ, അവരുടെ പെർട്ടിക്കുലർ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുകയാണെന്ന് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെയിൻ ഒബ്ജക്റ്റീവ്, ഇവിടെ നോക്കുക, ഇവിടെ ഫോക്കസ് ചെയ്ത ടേം എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒബ്ജക്റ്റീവ് പലതുണ്ടല്ലേ, വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അങ്ങനെ ലിക്വിഡിറ്റി പൊസിഷൻ, അങ്ങനെ ഒബ്ജക്റ്റീവ്സ് പലതുണ്ട്. പക്ഷേ അതിൽ ചോദിച്ചിരിക്കുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 239/2015 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഓപ്ഷൻ സി, വെൽത്ത് മാക്സിമൈസേഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.